മുൻ സീസണുകളിൽ നിന്ന് ഒട്ടനവധി പ്രത്യേകതകളോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 പുരോഗമിക്കുന്നത്. മണി ടാസ്കും ഇക്കുറി പ്രത്യേകതയുള്ളതായിരുന്നു. മത്സരാർത്ഥികളിൽ ഒരാൾക്ക് പണപ്പെട്ടിയെടുത്ത് ഷോ ക്വിറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്ന മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വാരത്തിന് ബിഗ് ബാങ് വീക്ക് എന്നാണ് ബിഗ് ബോസ് പേരിട്ടിരുന്നത്. അതിൽ നടക്കുന്ന പല ടാസ്കുകളിലായി എല്ലാ മത്സരാർത്ഥികൾക്കും പണം നേടാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എന്നാൽ അച്ചടക്ക നടപടി ഭാഗമായി നെവിന് മാത്രം മണി ടാസ്കുകളിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. ബിഗ് ബാങ് വീക്കിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ പ്രൈസ് മണിയുള്ള ടാസ്ക് ഇന്നലെ നടന്നു. ലക്ഷ്യയുദ്ധം എന്ന പേരായ ടാസ്കിലെ വിജയിക്ക് അതിന്റെ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ 3.5 ലക്ഷം രൂപയാണ് ബിഗ് ബോസ് സമ്മാനമായി പ്രഖ്യാപിച്ചത്. ലിവിംഗ് ഏരിയയിൽ 7 പെഡസ്റ്റുകളിലായി പങ്കെടുക്കുന്ന 7 മത്സരാർത്ഥികളുടെ ചിത്രങ്ങൾ പതിച്ച വലിയ ക്യൂബുകൾ വച്ചിരുന്നു. അല്പം അകലെയുമായി ഒരു വേസ്റ്റ് ബിന്നും. ബസറടിക്കുമ്പോൾ പുറത്താകാൻ ആഗ്രഹമുള്ള മത്സരാർത്ഥിയുടെ ചിത്രമുള്ള ക്യൂബ് വേസ്റ്റ് ബിന്നിൽ ഇടുകയാണ് വേണ്ടിയിരുന്നത്. 4 റൗണ്ടുകളിലായാണ് ബിഗ് ബോസ് മത്സരം നടത്തിയത്. ഇതിൽ ആദ്യ റൗണ്ടിൽ ഒരാളും 2ാം റൗണ്ടിൽ 2 പേരും 3-4 റൗണ്ടുകളിൽ ഓരോരുത്തർ വീതവും പുറത്താവുമെന്ന് ബിഗ് ബോസ് അറിയിച്ചു. മത്സരം ആരംഭിച്ചപ്പോൾ ഏറ്റവും ആദ്യം പുറത്തായത് അനീഷാണ്. സാബുമാനാണ് അനീഷിന്റെ ചിത്രമുള്ള ക്യൂബ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ആദ്യം നിക്ഷേപിച്ചത്. 2ാം റൗണ്ടിൽ അനുമോളെ ഷാനവാസിനെ സാബുമാനും പുറത്താക്കി. 3ാം റൗണ്ടിൽ സാബുമാനെ നൂറയും 4ാം റൗണ്ടിൽ ആദിലയെ അക്ബറും പുറത്താക്കി. മത്സരത്തിൽ അവശേഷിച്ചത് നൂറയും അക്ബറും മാത്രമായിരുന്നു. എന്നാൽ മത്സരം പഴയപടി തുടരുന്നതിന് പകരം ബിഗ് ബോസ് അവിടെയും ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. മത്സരം തുടരുന്നതിന് പകരം എല്ലാവരും ചേർന്ന് അക്ബർ, നൂറ എന്നിവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് നടന്ന വോട്ടെടുപ്പിൽ അക്ബർ, നൂറ എന്നിവരൊഴികെ എല്ലാവർക്കും പങ്കെടുക്കാമായിരുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് നൂറയുടെ പേരാണ്. അങ്ങനെ നൂറ 3.5 ലക്ഷം ക്യാഷ് പ്രൈസ് സ്വന്തമാക്കി. ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങളിൽ ഒന്നാമത് എത്തിയതോടെ ടോപ്പ് 5 ഉറപ്പിച്ച ഒരേ ഒരു മത്സരാർത്ഥിയാണ് നൂറ. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.